Happy birthday to you. Happy birthday to you. നിനക്ക് പൊരിച്ച മീനല്ലേ ഇഷ്ടം? അതെല്ലോ. അതുകൊണ്ട് ഞാൻ ഇന്ന് പൊരിച്ചു തരും. അമ്മായിക്ക് കറി വെച്ച മീനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അമ്മായിക്ക് കറി വെച്ചു കൊടുക്കും. മാളൂനിപ്പോ കടൽ മീൻ വേണ്ട, അതാണ് ഞാൻ പുഴമീൻ മതി എന്ന് പറഞ്ഞു വിട്ടത്. അവക്ക് പേടി. നമുക്കൊന്നുമില്ല പേടി, അവക്കാ പേടി. അവള് ചെറിയ കുട്ടിയല്ലേ, അവക്ക് പേടി ഉണ്ടാവൂലേ മോളെ? എന്താ ഇനി എന്താ ഞാൻ ചെയ്യണം? സവാള. എന്നാ പിന്നെ ഞാൻ പോവാണ്. മുങ്ങി അമ്മായി, അമ്മായി മുങ്ങി. എപ്പ മുങ്ങാന്ന് പറഞ്ഞു നിന്ന്. ചേച്ചി പുഴമീനെന്നും പറഞ്ഞ് അതിനെ കൊച്ചാക്കിയൊന്നുമില്ലല്ലോ. അതിന്റെ പേരെന്നറിയാവോ? അയ്യോ, പേരറിയത്തില്ല. ചേച്ചിയും കാട്ടി നല്ല പേരാ. ചേച്ചിയുടെ പേര് സജിതാന്നല്ലേ? ഈ മീനിന്റെ പേര് റോഹു. പേരാണല്ലോ. പുഴമീനിനും ഇങ്ങനെയൊക്കെ പേരൊക്കെ ഉണ്ട്. റോഹു കൊള്ളാലോ. ഹാർട്ടിനൊക്കെ നല്ലതെന്നാ പറയണേ. ഹാർട്ടുണ്ടോ? ലാപ്ടോപ്പ് ആർക്ക്? ഞാൻ വിചാരിച്ചു മീനായിരിക്കും നീ ഉദ്ദേശിച്ചത്. ഹാർട്ടിനൊക്കെ നല്ലതാ. ചേച്ചിക്ക് ഹാർട്ട് ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. എനിക്കത് കുറവാ മാള്. അതെ, ഹൃദയില്ലേ? ഇല്ല. ഈ റോഹുനെ നമ്മൾ ഇതിനു മുന്നേ ഇവിടെ വാങ്ങിച്ചിട്ടില്ലല്ലേ? ഇല്ല. പക്ഷെ ഇതേപോലെ ഭംഗിയുള്ള ഒരു മീനെ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് അതിന്റെ ചെതമ്പല് കണ്ടപ്പോ ഞാൻ വെച്ചാൽ നമ്മൾ അന്ന് വാങ്ങിച്ച മീനാന്ന് തോന്നി. പുഴയിലുള്ള എല്ലാ മീനും ഇങ്ങനെ ആയിരിക്കുമല്ലോ, ചെതമ്പലെല്ലാം. നിനക്കിപ്പോ എന്നെക്കാളും എല്ലാം അറിയാലോ മാളു. ചേച്ചി ചെയ്യുമല്ലേ ഉള്ളൂ, ഞാനല്ലേ ഒബ്സർവേഷൻ ചെയ്യുന്നത്. ഞാൻ പിന്നെ എനിക്കെല്ലാം അറിയാത്ത പോലെ അങ്ങ് അഭിനയിക്കുന്നേ ഉള്ളൂ. കാരണം വല്ലപ്പോഴും നിനക്കൊരു ക്രെഡിറ്റ് എന്തെങ്കിലും വേണമല്ലോ. അതെ. അതുകൊണ്ട് ഞാൻ ഭയങ്കര കട്ട അഭിനയോ. ചേച്ചിയുടെ പഴുതാര കടിച്ച വേദനയൊക്കെ മാറിയാ? പഴുതാര കടിച്ച വേദനയൊക്കെ മാറി, പക്ഷെ പാട് മാറിയില്ല. ഇഞ്ചക്ഷൻ എടുത്തതിന്റെ പാട് മാറിയില്ല. എന്തായാലും ഒരു പഴുതാര, എനിക്ക് പഴുതാര ദേഷ്യമുണ്ട്. എന്ത് പഴുതാര? വയറ് കീറാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. എന്തിന്? അപ്പൊ ഇങ്ങനെ ബുൾബുളാത്ത നല്ല കട്ടിട്ടാ എന്റെ പൊന്നമ്മച്ചേ. സജിത പവർ വന്നു. ഞാൻ പിന്നെ ആരാ മൂള്? നിനക്ക് വയറ് വെട്ടണ കാണണമെന്നല്ലേ പറഞ്ഞേ? വയറ് വെട്ടണ കാണിച്ചു തരാം കേട്ടാ. ഇതാ മുട്ട. ഞാൻ മനസ്സിൽ വിചാരിച്ചിടും മുട്ട ഉണ്ടാവണേ ദൈവമേ. അയ്യോ, സെറ്റ് മുട്ട ഉണ്ടല്ലേ. അതിൻ്റെ ആ വയറിന്റെ കുളു കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ മുട്ട ഉണ്ടാവും. ഇന്ന് ഞാൻ പൊളിക്കും മോളെ, നോക്കിക്കോ. മുട്ട പൊട്ടിച്ചു, കഷ്ടായിപ്പോ. ഈ മുട്ടക്ക് ഇത്ര വന്ന ടേസ്റ്റാ? എനിക്ക് ഭയങ്കര ഇഷ്ടമാളൂ. കണ്ട, ഞാൻ പറഞ്ഞോണ്ടല്ലേ ഇപ്പൊ ചേച്ചി വയറ് വെട്ടി. അല്ലെങ്കിലും വെട്ടൂല, പിന്നെ വയറ് വെട്ടാണ്ടിരിക്കും ആരെങ്കിലും? ഇല്ല ചേച്ചി, എനിക്ക് കാണണോന്നല്ലേ പറഞ്ഞല്ലേ വെട്ടി. കണ്ടല്ലോ, ഇനി എണീറ്റ് പോകാൻ പാടില്ലേ? എന്തിനു നീ ഇവിടെ തന്നെ ഇരിക്കണം? നിന്നെ കൊണ്ട് എന്ത് ഉപകാരം എനിക്ക്? നോക്കിക്കൊണ്ടിരിക്കുന്നത് ജസ്റ്റ് മീൻ കട്ട് ചെയ്യണ. നീ എന്നെ വേണമെന്ന് പറയുമ്പോൾ ഞാൻ ഈ ഡയലോഗ് അടിക്കും. എന്നെ ഇനി വേണമെന്ന് പറയുമ്പോൾ ഞാൻ ഈ ഡയലോഗ് അടിക്കും. അത് വേണമെന്നുള്ളപ്പോ നീ ഇരിക്കുന്നതിൽ അർത്ഥമുണ്ട്. ഉള്ളപ്പോ ഇപ്പൊ ഒരു ഉപകാരം ഇല്ലാണ്ട് വെറുതെ വായി നോക്കിയിരിക്കുന്നു. എന്ത് കാര്യം? നീ വായി നോക്കിയിട്ട് എനിക്ക് എന്ത് ചെയ്യട്ടെ? ഞാൻ എത്ര നേരമായി ഇവിടെ ഇരിക്കണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അമ്മായി,
എന്റെ ലിപ്സ്റ്റിക്ക് മൊത്തം അമ്മയുടെ മുഖത്ത്. ഇപ്പൊ വരാവേ മാളു. അമ്മായി നോക്ക് വായിക്കി. ഞാൻ വായിച്ചു. അമ്മായിക്ക് ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. നോക്ക്. ഇഷ്ടായ? പിന്നെ ഒരുപാട് ഇഷ്ടായി. സെറ്റ് സാരി അടിപൊളിയല്ലേ? അടിപൊളി. ഇനി കേക്ക് കിട്ടി. സംഭവം അല്ലേ കല്ലുകളെ എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല, ഒളിച്ചു വെച്ച്. ഹാപ്പി ബർത്ത്ഡേ ടു അമ്മായി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ആ കത്തി വെച്ച് കിട്ടൂല അമ്മ, ഇത് വെച്ചോളൂ. നമ്മുടെ ഡ്രീം കേക്കാണ്, ഡ്രീം കേക്ക്. ആദ്യം അമ്മായിക്ക് തരാം ഞാൻ. ആദ്യം അമ്മായിക്ക് തരാം. സൂപ്പർ. നിന്റെ വെള്ളം കൂടെ ഞാൻ വന്നു. അത് പറ്റില്ല, അത് പറ്റില്ല. ചെറിയ കഷ്ണം പറ്റൂല. തരുമല്ലോ. ഞങ്ങൾ അടിപൊളി. നല്ല കേൾക്കും. ഓ, ഇതാണ് ഇവള് നേരത്തെ പ്രാക്ടീസ് ചെയ്തോണ്ടൊക്കെ അവിടെ ഇരുന്നു. നീ ഇത് കേക്ക് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചില്ലേ? എപ്പോ കാണിച്ച്? അല്ല ഇവള് ഇത് ഇതില്ലേ ഫോണില്ലേ നോക്കിക്കൊണ്ടിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തെന്ന്. ഓ, അതൊക്കെ കണ്ടാ? അല്ല കണ്ട്. എന്തിനു വേണ്ടിയാണ് എന്ന് ഞാൻ അറിഞ്ഞില്ല. ഇത് കത്തറില്ല. കത്തിക്കാനല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്? കത്തണില്ലാന്ന് കേൾക്കാനാണോ പറഞ്ഞേ? നിനക്ക് പൊരിച്ച മീനല്ലേ ഇഷ്ടം? അതെല്ലോ. അതുകൊണ്ട് ഞാനിന്ന് പൊരിച്ചു തരും കേട്ടാ. ഓക്കെ. അമ്മായിക്ക് കറി വെച്ച മീനാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അമ്മായിക്ക് കറി വെച്ചു കൊടുക്കും. ഓരോ മീനും ഓരോ സ്റ്റൈലാണ്. കൊണ്ടോക്കോ. ഞാൻ അപ്പോഴേക്കും പെരട്ടട്ടെ കേട്ടോ. ഓക്കെ. കൊള്ളൂലേ? ഉപ്പ് നോക്കിയതാ. കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണേ മാളൂ. നീ വെളുത്തുള്ളി അരിഞ്ഞു തരാറില്ലേ? അതുപോലെ അരിയണം. നമുക്കേ ഇപ്പം അരിയണ്ട, വിട്ടേരെ. നമുക്കേ ഈ സ്നാക്സ് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. അപ്പോഴേക്ക് മീനിൽ മുളകും പിടിക്കും, ഈ കല്ല് നന്നായിട്ട് ചൂടാവുകയും ചെയ്യും. ഓക്കെ. എന്നിട്ട് നമുക്ക് കത്തി എടുത്തുകൊണ്ട് വന്ന് അരിയാം. പോരെ? ശരി, നീ അതെ സ്നാക്സ് ഒക്കെ എടുത്ത് വെച്ചോ. എന്നിട്ട് അമ്മായിനെ വിളിച്ചോട്ടാ.
അമ്മായി ഞാറക്ക. ഞാവൽപ്പഴം. ഞാറപ്പഴം. ഞാവൽപ്പഴം. അപ്പൊ ചേച്ചി കാജപ്പഴം എന്ന് പറയോ? കാരക്കയ്ക്ക് ഞാൻ കാരക്കാന്ന് പറയും. ഇത് ഞാറക്ക. ഇത് ഞാവൽപ്പഴം. ഞാറക്ക. ഏറ്റവും കൂടുതൽ ആരുടെ പോണെന്ന് നോക്കാം. ഫസ്റ്റാ. അമ്മായി. അമ്മായി അതുവരെ പോയി. അയ്യോ അതുവരെ പോയി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വയസ്സായവരല്ലേ രണ്ടുപേരും. സെക്കൻഡ് ചാൻസ്. എവിടെ? അങ്ങറ്റ വരെ പോയി. ആ അമ്മായി അമ്മായി ഞാൻ തന്നെ കൊടുക്കല്ലോ ചേച്ചി അങ്ങത്തെ. പാമ്പ് പത്തി വിടർത്ത നെളിയും പോലെ ഇവളിങ്ങനെ ഇരുന്നിട്ട്. ടൺ ടൺ ടൺ. ആ പുളി ഇവിടെ വെച്ചാ. അമ്മായിക്ക് ഓർമ്മ നമ്മള് പണ്ടൊക്കെ സ്കൂളിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഇതുപോലെ പുളിയിൽ മുളക് പൊടിയും ഉപ്പും ഇതിങ്ങനെ ഇടും. മാളു ഇങ്ങനെ ഇടും. അങ്ങനെ നമ്മളിത് കഴിച്ചില്ല എന്നാ വേണ്ട. അത് പിടിച്ചു നമ്മളു എനിക്കാ ഞാനൊക്കെ സ്ഥിരം കഴിക്കുന്ന വെച്ചാൽ സ്ഥിരം. പുളിയാ? ഭയങ്കര പുളിയാ? എന്താണ്, ഉപ്പ് കൂടിയാ ഉപ്പുളിയാ? അയ്യോ എന്തായി? എനിക്ക് മധുരമാണല്ലോ. ഇത് മതിരോ? ആ മധുരം. ഇത് കണ്ടിട്ട് എനിക്ക് കൊതി വന്നിട്ട് വാങ്ങിച്ചതാ ഞാൻ. പുളുങ്കുരുവിന്റെ കുരു. ആ രണ്ടാമത്തെ എടുത്ത് ഞങ്ങള്. ഉപ്പ് അധികം ഇടണ്ട മാളു. കാരണം എന്താ അറിയോ, ഉപ്പിന്റെ ഫ്ലേവർ കാരണം പുളിയുടെ മധുരം അറിയണല്ലോ. അല്ല ഇതിലെ പുളിപ്പുണ്ട്. ഇപ്പൊ ഞാൻ ആണോ രണ്ടാമത്തേലാ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ എനിക്ക് നല്ല. താങ്കളല്ലേ നേരത്തെ കുറച്ചു മുമ്പ് പറഞ്ഞ എനിക്ക് പുളി ഇഷ്ടമല്ല. പുളി ഇഷ്ടമല്ലാന്ന് ഇയാളല്ലേ പറഞ്ഞേ? ഇത് മതിയോ? ഇത് മധുരം. അതാ. അപ്പൊ എനിക്ക് മാത്രമായിരിക്കും പുളി. നിന്റെ നാക്കിന് ഷോക്ക് അടിച്ചിട്ടുണ്ടോ? മരവിച്ചു. മാളു. ഓ എവിടെയാ? ഞാൻ സവാള അരിഞ്ഞിട്ട് വരാൻ ചേച്ചി. ആ നീ വന്നിരുന്നെങ്കിലേ അടിപൊളി സീൻ കാണായിരുന്നു മാളു. എന്ത് സീൻ? ഇതിവിടെ ഇപ്പം ചൈനീസുകാർ പാചകം ചെയ്യുമ്പോൾ തീൻ്റെ ഉള്ളി കയറി പോവില്ലേ? ഉള്ളി കയറി എവിടെ? ഈ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കണ കാണുമ്പോൾ ഈ തീ ഉള്ളിലോട്ട് കയറി പോവില്ലേ? ആ അതുപോലെയൊക്കെ ഇപ്പോൾ ഇവിടെ പോയി. ഞാൻ ചൈനീസ് കുക്കായി. അറിഞ്ഞാ നീ വല്ലോ? എന്നാ കണ്ണാപ്പി എടുത്തോണ്ട് വരുമോ? സവാള അവിടെ വെച്ചിട്ടേ കണ്ണാപ്പി എടുക്കണം. ആ മീൻ മുട്ട എടുത്തോ. സവാള എടുത്തിട്ട് വരട്ടെ. സവാള എടുത്തിട്ടോ. അയ്യോ മാളു, നിനക്ക് കാണാൻ ഭാഗ്യമില്ല. ഓടി വാ, നോക്ക്. പോയി. എന്താ പോയി. അയ്യോ വീണ്ടും തീ കത്തി കയറി പിടിച്ചത് കണ്ട? കണ്ടില്ലല്ലോ? നിനക്ക് കാണാൻ ഭാഗ്യമില്ല, അതാ ഞാൻ പറഞ്ഞത്. ഇത് തക്കാളിയും ഇതുപോലെ
ഇതുപോലെ അരിഞ്ഞോണ്ടോ എനിക്ക് പോയാ മതിയായിരുന്നു. ഇത് നോക്കി പഠിപ്പിക്കണം. എന്താ നോക്കി പഠിപ്പിക്കാൻ പാടില്ലേ? പാടില്ല. പക്ഷെ ഞാൻ പേടിപ്പിക്കും. അബദ്ധം പറ്റി. എന്താ സവാള ആദ്യം മുപ്പിക്കാൻ പാടില്ലേ? അവളാദ്യം മൂപ്പിക്കാൻ പാടില്ല എന്നല്ല, വേറെ 2 സാധനങ്ങൾ ഇടാൻ മറന്നു. എന്താ? പെരും ജീരകവും നല്ല ജീരകവും. ഇളക്കിട്ടോ. നിനക്ക് ഗ്രേവിക്ക് പുളി വേണമല്ലോ? എനിക്കും വേണം. റെസ്റ്റ് കൊടുക്കുക, എന്നാലേ മൂക്കൂ. അപ്പം നമ്മൾ മുളക് പൊടി ഇടുന്ന കാണുമ്പോൾ പേടിക്കും കേട്ടോ ഒരാൾ. അല്ല, ഞാൻ ഇവിടെ ഉണ്ടാന്നല്ലോ, നിങ്ങൾ തിരക്കിയോ? റെസ്റ്റ് എടുത്തോട്ടെ എന്ന് വിചാരിച്ച എൻ്റെ അമ്മായിയെ. അങ്ങനെയാണോ? അമ്മയുടെ കള്ള് കാണുന്നു. കാശ്മീരിയോ? അത് മാത്രമേ ഇട്ടുള്ളൂ. ആ നോക്കുക കേട്ടോ മാളു, എത്തി ഏന്തി വലിഞ്ഞൊക്കെ നോക്കുകയാണ്. എരിവ് കാശ്മീരി ആടെ ഇട്ടിരിക്കുന്നത്. അത്രയും വേണ്ടല്ലോ. അമ്മായി പറഞ്ഞു തരണം കുറച്ച് പോരെ? എല്ലാം എൻ്റെ തലക്കിരിക്കട്ടെ. ആ അതെ. പൊട്ടക്കണ്ണിയായിട്ടിരിക്കുകയാണ് ഞാൻ. പൊയ്ക്കോ അമ്മായി, വെറുതെ ഈ ചൂടത്ത് നിൽക്കണ്ട. അതാണ് നല്ലത്. പൊയ്ക്കോ. വെള്ളം എരി കൊണ്ട് പോവാ. പുളിയുണ്ട്. ഓക്കെ അല്ലേ? നല്ല പുളിയായി. ഇതാ പറഞ്ഞത്, അമ്മായിക്ക് മീൻ കറിയും. മനസ്സിലായോടോ തൻ്റെ ഐഡിയ? ഗ്രേവി വിത്ത് ഫ്രൈ. യെസ്. എന്നോട് ആണോ? അല്ല, ഇനിയിപ്പോൾ മീനിടും. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും മീനിടും. തിളച്ച് ഇതൊന്ന് കുറുകുമല്ലോ, എന്നിട്ട് മീനിടും. എന്നിട്ട് മീൻ തേക്കുവോ? അത് മീനിൻ്റെ അകത്ത്? മീൻ ഇന്നാത്തിടും. മാളു, നീ പോയിട്ട് മീൻ എടുത്തുണ്ടോ? കളയില്ല, അത് നല്ല മസാല. ഒഴിച്ചോ, ഇന്നത്തെ ഒഴിച്ചോ. കണ്ടാ എന്റെ കറി? കണ്ടാ? ഓ, കണ്ടടോ. കഴിക്കുമ്പോ ഇത് വേറെ ലെവലായിരിക്കും, അറിയോ? അറിയില്ല, എനിക്കിപ്പോഴേ കൊതി. നീ ഒരു കാര്യം ചെയ്യ്, ടേബിൾ തെത്തി ചെയ്തോണ്ട് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഓക്കെ ഓക്കെ, ഇത് കൊണ്ടുപോവേണേ. ആ ഓ, പൊള്ളണം എൻ്റെ അമ്മോ. ഇന്ന് അമ്മായി വിളമ്പണം. വിളമ്പാ.
ഇന്ന് ഫേവറേറ്റ് സാധനങ്ങളുള്ളപ്പോൾ ആര് പൊറോട്ടയിൽ മൈൻഡ് ചെയ്യണം? ഇതേട്ടെ മുട്ട എനിക്കാണ് ഇങ്ങനെ പൊന്നു ഇത്ര നല്ല സാധനം നിങ്ങൾക്കൊക്കെ വേണ്ടാന്ന് പറഞ്ഞാൽ സമ്മതിക്കണം. എത്ര കുഞ്ഞുങ്ങളാണ്. എന്നാലും മനസ്സിലാവും തോന്നില്ല. കേക്ക് കഴിക്കുമ്പോൾ കേക്ക് കഴിക്കും പോലെ. മുള്ളുണ്ടേ ചേച്ചി? എനിക്കറിയാം, മീനാകുമ്പോൾ മുള്ളുണ്ടാവും. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ പിച്ചങ്ങ് എടുത്ത് ആക്കിയത് വെച്ചേനെ. വെക്കും, ഇനിയും വെക്കും ഞാൻ. കൊള്ളാമായി. സൂപ്പറാ. അടിപൊളി. ഇതെന്തിനാ സാറിന? ആംബുലൻസാ അതോ കപ്പലിന്റെ കപ്പലിന്റെ? ആംബുലൻസ് എങ്ങനെയാ? കടലിൽ കൂടെ ആംബുലൻസ്. മുള്ളു സൂക്ഷിച്ചാണ്. എന്തോ എങ്ങനെ മൊത്തം മുള്ളു പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അപ്പയും ചേച്ചി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വൈകിട്ട് വലിയ മുള്ളുണ്ടോ ഞാൻ പറഞ്ഞു. ഞാൻ കഴിക്കും. അമ്മായി സൂക്ഷിച്ചു. ഭയങ്കര മുള്ളു. എല്ലാം ഊരി പറക്കി ഇവിടെ അയക്കണത്. ഭയങ്കര ചേച്ചിക്ക് വേണം. ഞാൻ പറഞ്ഞേ വേണം. ഞാൻ പറഞ്ഞല്ലേ മൊത്തം മുള്ളു. എനിക്കറിയാം വലിയ മുള്ളുള്ളത്. എന്നല്ലേ പറഞ്ഞേ? നെരുവിരുത്ത മുള്ളു. ഇത്ര മുള്ളു പ്രതീക്ഷിച്ചില്ല. മീൻകറിയും ടേസ്റ്റ്, മീൻ മുട്ടയും ടേസ്റ്റ്. ഞോ മുള്ളു. സൂപ്പർ. നല്ല കളറല്ലേ? ഒരു ഫോട്ടോ എടുത്ത് വെക്കാം. എന്തിന്? ഇന്ന് ബർത്ത്ഡേ, അതുകൊണ്ട് മാത്രമാണ് ഇയാളുടെ വളിച്ച കോമഡി ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ചിരിച്ചോണ്ടിരിക്കുന്നത്. മനസ്സിന് ഇന്ന് തകർക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. ഇതുവരെ കുഴപ്പമില്ലായിരുന്നു. ഇന്നായപ്പോ എന്റെ കോമഡി വളിച്ചു പോയി അല്ലേ? അമ്മയുടെ വളിച്ച കോമഡിയും ചേച്ചിയുടെ പൊട്ടത്തലും. അതൊരു പാവം ഞാൻ. അപ്പൊ അവള് പറഞ്ഞേ അമ്മയുടെ വളിച്ച കോമഡിയാന്ന് അവള് പറഞ്ഞേ. ചേച്ചി പൊട്ടത്തലും പറയുന്നത് ഞാൻ പറഞ്ഞു. മുള്ളു സൂക്ഷിച്ചേ. പറയുന്നേട്ടാ തോന്നി ഇവള് കടലിൽ പോയി തപ്പി എടുത്തോണ്ട് വന്നു. കായൽ മീനാ, ഭയങ്കര ഗുണമുള്ള മീനാന്നാ മാള് പറഞ്ഞേ. നീന്റെ സ്പെഷ്യലിസ്റ്റ് ആണോ? അവളിപ്പോ എന്തൊക്കെയോ വലിയ ആളാ. ആണോ? സൂക്ഷിച്ച് കഴിക്കണം, മുള്ളാണ്. പറഞ്ഞില്ലാന്ന് വേണ്ട, മാള് പറഞ്ഞതാണേ. എല്ലാം മനസ്സിലായി. ശരി ചേച്ചി എന്ന് പറഞ്ഞ കേട്ടില്ലേ അത്? ഒരു രക്ഷയില്ല കേട്ടോ. ഇനി കഴിക്കണം. ഉള്ളിരിക്കണ് രക്ഷ. തലയില്ല അമ്മ. തീർത്തു. കേക്കണല്ല. എനിക്കൊന്നും കേൾക്കാൻ പറ്റില്ല. ഇത്ര ഒച്ച ഉണ്ടാവോ? കപ്പൽ വരണം. ഇത്ര നാളും കേട്ടിട്ടില്ല ഇങ്ങനത്തെ ഒച്ച. കാട്ടിക്കൊക്കെ ഉണ്ട്. നീ തീറ്റയുടെ ഇടയിലോ ശ്രദ്ധിച്ചില്ല. ഞാൻ പറഞ്ഞമ്മ ഇല്ല ഇല്ല ഇത് വളരെ ആയതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിച്ചിരിക്കണേണ്. അതുകൊണ്ട് എനിക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പാവം ചേച്ചി കലയണല്ലോ. ഇല്ല, ഭക്ഷണം കൈ കിട്ടി കഴിഞ്ഞാൽ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കണം, അല്ലാണ്ട് നിങ്ങളെ പോലെ അല്ല. ശരി, നാളെ മുതലാവട്ടെ. ചേച്ചി പറഞ്ഞ അനുസരിക്കൂ. നമ്മള് 20 മിനിറ്റ് പോട്ട് കരയില്ല.